ഗായ്സ്, ഇന്നൊരു ഈദ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഈദൊക്കെ കഴിഞ്ഞ് എന്നാലും ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഹെയറിൻ്റെ ഡിസ്റ്റർബൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടി അതൊന്ന് ടിക്ടാക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലാക്മേയുടെ മോയ്സ്ചറൈസറാണ് ഇത്. ലാക്മേ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ മൊത്തം നെക്കിലും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്നിലോട്ട്. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസ് നല്ലവണ്ണം മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ന്യൂട്രജനയുടെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇതൊക്കെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് പുറത്ത് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് സണ്ണിൽ നിന്ന് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ എടുത്തിട്ട് ഫേസിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീനാണ്. പിന്നെ നമുക്ക് ലാക്മേയുടെ ബ്ലർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം. നമുക്ക് ഫെസ്റ്റീവ് ആയിട്ടുള്ള ലുക്ക് ആയതുകൊണ്ട് നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു സ്മൂത്ത് ഈവൺ ഫിനിഷാണ്. അതിനുശേഷം ലാക്മേയുടെ ഒരു ലൂമി ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഹൈ പോയിൻറ്റ്സിലൊക്കെ ഈ ഒരു ലൂമി ക്രീം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഒരു ലൂമി ക്രീം ഇടുന്നത്. അത് നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫൗണ്ടേഷനാണ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നതാട്ടോ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. ഇതിൽ SPF 25 ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് നെക്കിലും ഇയറിലൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഫൗണ്ടേഷൻ നമുക്കൊരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൗണ്ടേഷൻ ബ്രഷ് എടുക്കുന്നത്. ബ്യൂട്ടി ബ്ലെൻഡർ ആണെങ്കിൽ നമ്മുടെ കവറേജ് കുറച്ച് കുറവായിട്ട് അത് ബ്യൂട്ടി ബ്ലെൻഡർ അബ്സോർബ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാൾസിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടും തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കൊരു കൺസീലർ ഇടാം. ഇത് മെയ്ബലിൻ്റെ കൺസീലറാണ്. എൻ്റെ ഫേസിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ള ഒരു കൺസീലറാണ് ഞാൻ ഇടുന്നത്. ഹൈലൈറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടിടത്തൊക്കെ ഈ ഒരു കൺസീലർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ട്രാൻസ്ലൂസൻറ്റ് പൗഡറാണ് ഇടുന്നത്. ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഇട്ടതിന് ശേഷം മാൾസിൻ്റെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് ഞാൻ അത് ബ്ലഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓറഞ്ച് ബ്രൗൺ കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഷ് ഒന്ന് ഒരു ഓറഞ്ച് ടച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ടാണ് ബ്ലഷ് ഇടുന്നത്. അപ്പോൾ അത് നോസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിന്നിലും നെറ്റിയിലൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം പൗഡർ ബ്ലഷ് വെച്ചിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ട്രാൻസ്ലൂസൻറ്റ് പൗഡറൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാലറ്റിൽ നിന്നും, ഇത് ഷുഗറിൻ്റെ കോണ്ടൂർ ഡിഫോഴ്സ് പാലറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പിങ്ക് ബ്ലഷ് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഓറഞ്ചിൽ നിന്നൊരു പിങ്ക് വരുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ബ്ലഷാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതും ഇതുപോലെ നോസിലും ചിന്നിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഒരു കോണ്ടൂർ ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടൂർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് കേട്ടോ ഇടുന്നത്. പതുക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഐബ്രോ പെൻസിൽ ഞാൻ കുറേ തപ്പിയിട്ട് കിട്ടിയില്ല. എൻ്റെ ഐബ്രോ പെൻസിൽ കാണാനുണ്ടായിരുന്നില്ല. അതിന് ശേഷം മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം അവസാനം അത് കിട്ടി. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കാജൽ വെച്ചിട്ടാണ് ഐബ്രോസ് ചെയ്യുന്നത്. ഇതധികം പിഗ്മെൻറ്റഡ് അല്ല, ഇത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുള്ളൊരു കാജലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു കാജൽ വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ചെയ്യണം. ഭയങ്കര ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് വേണം ഈ ഐബ്രോസ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒന്നുകൂടെ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഈ ഒരു കിറ്റിൽ നിന്നും ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടെ ഈ ഐബ്രോസിൻ്റെ മുകളിൽ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ഐബ്രോസും ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാഴ്സിൻ്റെ സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഈ നേരത്തെ എടുത്തൊരു ഓറഞ്ച് ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് വീണ്ടും നമുക്ക് ഐലിഡ്സിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. കൂടുതലായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ കളർ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് കണ്ണിൻ്റെ താഴെ ഒന്ന് ഇടുന്നുണ്ട്. ദെൻ നമുക്ക് ഐലൈനർ ഇടാം. ഐലൈനർ ഇടാൻ വേണ്ടിയിട്ട് ലാക്മേയുടെ ഐക്കോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൈനറാണ് ഇടുന്നത്. ഇത് നമുക്ക് ചെറിയൊരു വിങ് ലൈനറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്നർ കോർണേഴ്സിലും ചെറുതായിട്ടൊന്ന് ഐലൈനർ ഇടുന്നുണ്ട്. ഇപ്പോൾ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. മറ്റേ കണ്ണിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ബിലിൻ കൊളോസൽ വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മസ്കാരയാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മുടെ ഐസിലിടാം. ദെൻ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണിന് താഴെ ഈ ഒരു കാജൽ വെച്ചിട്ട് കണ്ണിന് താഴെ ഒന്ന് വാട്ടർ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോസ് കോണ്ടൂർ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോസ് കോണ്ടൂർ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു പാലറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാലറ്റിൻ്റെ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഷ് ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, കോണ്ടൂർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പാലറ്റിൽ നിന്ന് തന്നെ ഹൈലൈറ്റർ എടുത്തിട്ട് നമ്മുടെ നോസിൽ ഇടുന്നുണ്ട്. പിന്നെ നെറ്റിയിൽ നമുക്ക് ഹൈ പോയിൻറ്റ്സിലൊക്കെ നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് പ്ലം മാറ്ററിഫിക് ലിപ്സ്റ്റിക്കാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് അപ്സൈഡ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ റെഡിഷ്, എന്താ പറയുക, ഒരു ഏർത്തി ടോണുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.